ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ആർമി റാൽസിന് തയ്യാറെടുക്കുന്ന NAക്കും ടെക്നിക്കലിനും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇനി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ടോ നമ്മുടെ ലൈവ് സെക്ഷന്? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓഡിബിൾ ആണ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ. GD കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടെക്നിക്കലിനും അതുപോലെ തന്നെ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് അപ്ലൈ ചെയ്തവർക്ക് വരുന്നത്. അതുകൊണ്ട് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കുക, അതിനോടൊപ്പം തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അതിനകത്തുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ഹായ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ആർ ദെയർ ഇൻ എ മോളിക്യൂൾ ഓഫ് മീഥൈൻ? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? മീഥൈൻ എന്നറിയപ്പെടുന്ന എന്താണ് മോളിക്യൂളിനകത്ത് അടങ്ങിയിട്ടുള്ള ഹൈഡ്രജന്റെ എണ്ണം എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഹൗ മെനി ഹൈഡ്രജൻസ് ആറ്റംസ് ആർ ദെയർ ഇൻ എ മോളിക്യൂൾ ഓഫ് മീഥൈൻ? ആദ്യം നമുക്കറിയണം മീഥൈൻ്റെ മോളിക്കുലാർ നെയിം അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഏത് പേരിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കണം അല്ലേ. അല്ലെങ്കിൽ അതിനെ എഴുതുന്നത് എങ്ങനെയാണോ നമ്മൾ നോക്കണം. ഓക്കെ, ഒരാൾ പറഞ്ഞു 3 ആൻസർ പറഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെയാണ്. മീഥൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? CH4 എന്നാണ് മീഥൈനെ ഉദ്ദേശിക്കുന്നത് അല്ലേ. മീഥൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണ്? CH4 കൊണ്ടാണ്. അന്നേരം എന്താണ് നമുക്ക് നോക്കാം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരു കാർബൺ ആറ്റവും എത്ര ഹൈഡ്രജൻ ആറ്റമാണുള്ളത്? 4 ഹൈഡ്രജൻ ആറ്റവും കൂടെ കമ്പൈൻ ചെയ്താണ് CH4 ഫോം ചെയ്തത് അല്ലേ. CH4 എന്ന് പറഞ്ഞാൽ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? മീഥൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് CH4 എന്ന് പറയുന്നത് അല്ലേ. ഈ മീഥൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൊക്കെ കാണപ്പെടുന്ന മെയിൻ കമ്പോണൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആൻസർ എഴുതാം നമുക്ക്? ഇതിലൊക്കെ മെയിൻ കമ്പോണൻസ് ആണ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. എന്താണ്? CNG. എന്താണ് CNG? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന CNGയിലെ മെയിൻ കമ്പോണൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ എഴുതേണ്ടത്? മീഥൈൻ എഴുതണം. അതുപോലെ തന്നെ എന്താണ്? ഗോബർ ഗ്യാസ് അല്ലേ. ഗോബർ ഗ്യാസിലെ മെയിൻ കമ്പോണൻ്റ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? മീഥൈൻ എഴുതണം. എന്നിട്ട് എന്താണ് ഫസ്റ്റ് പറഞ്ഞത്? CNGയിലെ മെയിൻ കമ്പോണൻറ്റ്, അതുപോലെ തന്നെ എന്താണ്? ഗോബർ ഗ്യാസിലെ മെയിൻ കമ്പോണൻറ്റ്. ഇനിയുമുണ്ട് മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം എഴുതേണ്ടത്? മീഥൈനെയാണ് എന്തെന്ന് പറയുക? മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. നോക്കിയേ, ഗോബർ ഗ്യാസ് എന്നും മാർഷ് ഗ്യാസ് എന്നും അതുപോലെ എന്താണ് CNGയിലെ മെയിൻ കമ്പോണൻറ്റും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഏതാണ് നമ്മൾ എഴുതേണ്ടത്? മീഥൈൻ ആണ് എഴുതേണ്ടത്. മീഥൈനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ എന്താണ്? CH4 കൊണ്ടാണ്. നമ്മളോട് ചോദിച്ച ദിവസം എന്തായിരുന്നു? മീഥൈൻ എന്ന് പറയുന്ന മോളിക്യൂളിനകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം കാണപ്പെടുക എന്നുള്ളതാണ്. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 4 ഹൈഡ്രജൻ ആറ്റമാണ്. അന്നേരം ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യുക? കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ. ഇനി നോക്കിയേ, മീഥൈൻ കഴിഞ്ഞ് നമ്മൾ ബെൻസീൻ പറയുകയാണെങ്കിൽ എന്താണ്? C6H6 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ബെൻസീൻ സ്ട്രക്ചറൽ ഫോമിൽ ബെൻസീൻ നമ്മൾ പറഞ്ഞു. ഈ ബെൻസീൻ്റെ മോളിക്കുലാർ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റില്ല? കെമിക്കലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? C6H6 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചറായിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ്. സ്ട്രക്ചർ വരച്ചെടുത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ് മീഥൈൻ ഈ ബെൻസീൻ എന്നറിയപ്പെടുന്നത്. ഈ ബെൻസീൻ ഓക്കെ, എന്നിട്ട് നോക്കിയേ C6H6 എന്ത് ചെയ്തു? എന്തിൻ്റെയാണ്? ബെൻസീൻ്റെ ആണ് C6H6 എന്ന് അറിയപ്പെടുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മോളിക്യൂൾസിൻ്റെ നെയിം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ നമ്പേഴ്സ്, എത്ര നമ്പേഴ്സാണ് അതിനകത്തുള്ളത്, എത്ര കാർബൺ ആറ്റം അല്ലെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റം, ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? Which one of the following method is used for separate salt from sea water? എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? സീ വാട്ടറിൽ നിന്ന് സോൾട്ടിനെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നു. അതിന് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? സോഡിയം ക്ലോറൈഡ് അല്ലേ. സോഡിയം ക്ലോറൈഡ് എന്നറിയപ്പെടുന്നുണ്ട്. NaCl റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ സോഡിയം ക്ലോറൈഡ് ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുക? ടേബിൾ സോൾട്ട് എന്നറിയപ്പെടുന്നു അല്ലേ. ടേബിൾ സോൾട്ട്, റോക്ക് സോൾട്ട്
അല്ലെ, ടേബിൾ സോൾട്ട് എന്നും റോക്ക് സോൾട്ട് ഒക്കെ എന്ന് അറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? NaCl ആണ്. NaCl എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾട്ട് അല്ലെ. എന്തിന് എക്സാമ്പിൾ ആണ്? എന്താണ്? സോഡിയം ക്ലോറൈഡിന് എക്സാമ്പിൾ ആണ് അല്ലെ. ഈ സോൾട്ട് ഫോം ചെയ്യുന്നത് ഏതൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ്? ഒരു ആസിഡും അതുപോലെ തന്നെ എന്താണ്? ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ, ഒരു ആസിഡ് ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. കേട്ടിട്ടുണ്ടോ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ട് ഫോർമേഷനെ പറയുന്ന റിയാക്ഷൻ ആണ് എന്ന് പറയുക ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഒരു ആസിഡ് ഒരു ബേസും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിന് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് സോൾട്ട് ഫ്രം സീ വാട്ടർ? സീ വാട്ടറിൽ നിന്ന് സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ? നോക്കി നമുക്കറിയാം. സെൻട്രിഫ്യൂഗേഷൻ ആണോ, അതോ ക്രിസ്റ്റലൈസേഷൻ ആണോ, ബോത്ത് 1 and 3 ആണോ, അതോ ഇവാബ്രേഷൻ ആണോ? ഏതാണ് ആൻസർ വരിക? ഏതാണ്? ഓപ്ഷൻ ഒന്നാമത്തെയാണ്, ഇവാബ്രേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുക, അല്ലെങ്കിൽ സീ വാട്ടറിൽ നിന്ന് സോൾട്ടിനെ സെപ്പറേറ്റ് എടുക്കുന്ന പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇവാബ്രേഷൻ ആണ്. ഓപ്ഷൻ ഒന്നാമത്തെയാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇവാബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതിന് എന്ത് ചെയ്യുക? ഡയറക്റ്റ് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുകയാണ് അല്ലെ. ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യുകയാണ്? ഡയറക്റ്റ് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? ഇവാബ്രേഷൻ എന്നറിയപ്പെടുന്നത്. സബ്ലിമേഷൻ എന്നുള്ള പ്രോസസ്സ് ആണെങ്കിൽ എന്ത് പറയാം നമുക്ക്? എന്താണ് സബ്ലിമേഷൻ എന്നുള്ള പ്രോസസ്സാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഡയറക്റ്റ് എന്തിലോട്ട് മാറുകയാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സബ്ലിമേഷൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അന്നേരം എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഡയറക്റ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? സബ്ലിമേഷൻ എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ നമുക്കറിയാം ഏതൊക്കെയാണ്? ഡ്രൈ ഐസ് അല്ലേ. ഡ്രൈ ഐസ് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇനിയുണ്ട് എക്സാമ്പിൾ. ഏതൊക്കെയാണ്? നാഫ്തലീൻ ഉണ്ട്, ക്യാംഫർ ഉണ്ട് അല്ലേ. ക്യാംഫർ ഉണ്ട്, നാഫ്തലീൻ ഉണ്ട്, ഡ്രൈ ഐസ് ഉണ്ട്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? എന്തിന് എക്സാമ്പിൾ? സബ്ലിമേഷന് എക്സാമ്പിൾ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക? ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയുക? സബ്ലിമേഷൻ എന്ന പേര് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. എല്ലാ ദിവസവും മുന്നേ ഏതാ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യമാണോ ചോദിക്കുന്നത് കാർത്തികേ? ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യമാണോ? ഓക്കെ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി നമ്മൾ നടത്തുന്ന ലൈവ് ക്ലാസ്സസിൻ്റെ എല്ലാത്തിൻ്റെയും PDF ലഭിക്കുന്നതും അതുപോലെ തന്നെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതും നമുക്ക് ഈ ടെലഗ്രാം ചാനലാണ്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ കറക്റ്റായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് മോനെ. ഏതിൻ്റെയാണ്? ആർമിയുടെ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. ലൈവ് സെക്ഷനായിട്ടും ഉണ്ട് ക്ലാസ്. അതുപോലെ തന്നെ നമുക്ക് റെക്കോർഡ് സെക്ഷനായിട്ടുള്ള ക്ലാസ് നമുക്ക് ആപ്പിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ എം ഷെൽ ഓഫ് ആൻ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 20? ക്വസ്റ്റ്യൻ എന്താണ്? കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് സിമ്പിൾ ആണ്. നോക്കിയെന്ന് പറഞ്ഞേക്കാം. അറ്റോമിക് നമ്പർ 20 ആയിട്ടുള്ള അല്ലേ ഒരു എലമെന്റിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എത്ര ആയിരിക്കും ആൻസർ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമുക്കൊരു എലമെന്റ് തന്നിട്ടുണ്ട്, ഒരു അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. ഒരു നോക്കി ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് സിമ്പിളായിട്ട് നമ്മൾ നോക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ എന്ത് തന്നിട്ടുണ്ട്? അറ്റോമിക് നമ്പർ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റോമിക് നമ്പർ എപ്പോഴും എവിടെ എഴുതുക? താഴെയാണ് എഴുതുക. മുകളിൽ എഴുതുന്നപ്പോഴും എന്തായിരിക്കും? മാസ് നമ്പർ ആയിരിക്കും മുകളിൽ എഴുതുന്നത്. താഴെ എഴുതുന്നപ്പോഴും എന്തായിരിക്കും? അറ്റോമിക് നമ്പർ ആയിരിക്കും. ക്ലിയർ ആണ്? ഇത്രയാണ് നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ എം ഷെല്ല്? നമുക്കൊരു ആറ്റത്തിന്റെ മെയിൻ ഷെല്ലുകൾ ഏതൊക്കെയാണ്? K, L, M, N. ഇതാണ് മെയിൻ ഷെല്ല്. സബ് ഷെല്ല് എന്നറിയപ്പെടുന്ന ഏതാണ്? സബ് ഷെല്ല് S, P,
ഡി എഫ് അല്ലെ. സബ് ഷെല്ല് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? SPDF ആണ്. എന്താണ് സബ് ഷെല്ല്? മെയിൻ ഷെല്ല് ഏതൊക്കെയാണ്? KLMN ആണ് മെയിൻ ഷെല്ല്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് ചോദിച്ചേക്കുന്നത്? M എന്ന് പറയുന്ന മെയിൻ ഷെല്ലിനകത്ത് അറ്റോമിക് നമ്പർ 20 ആയിട്ടുള്ളതിൻ്റെ എത്ര ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് നോക്കേണ്ടത് അല്ലേ. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? Kക്കകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളുമെന്ന് നോക്കണം. Lനകത്ത്, Mനകത്ത്, Nനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളുമെന്ന് നോക്കും. ഈ ഷെല്ലിനകത്ത് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? 2n² എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഈ ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും Kക്കകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 2 ഇലക്ട്രോൺസ്. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ? നമുക്ക് 2 × n എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ ഷെല്ലാണ്. എന്നിട്ട് 1² ഇട്ട് കൊടുത്തു. എന്താണ്? 2 × 1 = 2. എന്നിട്ട് Kക്കകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളും? 2 ഇലക്ട്രോൺസ് കൊള്ളും. ഇനി നോക്കി രണ്ടാമത്തെ ഷെല്ല് ഏതാണ്? L ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 2n² എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ n-ൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കണം അല്ലേ. 2n² ആയിട്ടുണ്ട്. എന്നിട്ട് എന്താണ്? 2 × 2² ആണ്. 2 × എന്താണ്? 4 ആണ്. = എത്രയാണ്? 8 ആണ്. എന്നിട്ട് നോക്കിയേ, Lനകത്ത് മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോൺസ് തന്നെ എത്രയാണ്? 8 ഇലക്ട്രോൺസ് ആണ് അല്ലേ. ഇനി നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത പോയിന്റ് ആണ്. M എന്ന് പറയുന്ന ഷെല്ലിനകത്ത് എന്ത് ചെയ്യണം? 2n² എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് 2 × അല്ലേ 3² ഇട്ട് കൊടുക്കണം. 2 × എന്താണ്? 3 രണ്ടാമത് 9 ആവും അല്ലേ. = 18. 18 ഇലക്ട്രോൺസ് അതിനകത്ത് കൊള്ളും, Mനകത്ത് കൊള്ളും. അതിൽ Kക്കകത്ത് എത്ര? 2 ആണ്. Lനകത്ത് 8 ആണ്. Mനകത്ത് എത്രയാണ്? 18 ആണ് അല്ലേ. ഇത് വെച്ച് നമുക്ക് അറിയാവുന്ന കാര്യം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? അറ്റോമിക് നമ്പർ 20 ആണ്. അതിന് Kക്കകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ. Lനകത്ത് എത്ര എണ്ണം കൊള്ളും? 8 ഇലക്ട്രോൺ. അപ്പോൾ തന്നെ എത്രയായി? 10 ആയി അല്ലേ. Mനകത്ത് നോക്കിയേ, Mനകത്ത് എത്ര എണ്ണമായി? 18 ഇലക്ട്രോൺ കൊള്ളും. ഇവിടെ ഓൾറെഡി എത്രയായി? നമുക്ക് 10 ആയിട്ടുണ്ട്. ബാക്കി ഇവിടെ എത്ര അക്കോമഡേറ്റ് ചെയ്യണം? എത്ര ചെയ്യണം? Mനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യണം? എന്നിട്ട് ഇപ്പം നമുക്ക് 8 × 2 10 ആയിട്ടുണ്ട് ഓൾറെഡി. ടോട്ടൽ നമുക്ക് എത്ര വരിക? 20 ആണ് വരേണ്ടത് അല്ലേ. അതിൽ Mനകത്ത് ബാക്കി എത്ര ഇലക്ട്രോൺസ് കൊള്ളാൻ പറ്റും? നമുക്ക് എത്ര ഇലക്ട്രോൺസ് കൊള്ളിക്കാൻ പറ്റും? എത്ര ഇലക്ട്രോൺസ് നമുക്ക് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ ചോദിച്ചു Kക്കകത്ത് മാക്സിമം 2 ഇലക്ട്രോൺസിനെ കൊള്ളിക്കാന്ന് പറഞ്ഞു. നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. Lനകത്ത് ബാക്കി എത്ര എണ്ണം ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഓൾറെഡി ഇവിടെ എത്ര എണ്ണം ആയിട്ടുണ്ട്? 10 എണ്ണം ആയിട്ടുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു Mനകത്ത് 18 ഇലക്ട്രോൺസിനെ കൊള്ളുമെങ്കിലും പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് Mനകത്ത് 8 ഇലക്ട്രോൺസിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ. എന്താണ് റീസൺ? സബ് ഷെല്ല് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക? മെയിൻ ഷെല്ല് ഫില്ല് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് 18 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും പക്ഷേ നമ്മൾ എന്ത് ചെയ്യത്തില്ല? അക്കോമഡേറ്റ് ചെയ്യത്തില്ല. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് Mനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ കൊള്ളിക്കാൻ പറ്റൂ? 8 ഇലക്ട്രോൺസിനെ കൊള്ളിക്കാനായിട്ട് പറ്റും. അതിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം നമുക്ക് 2 8 8. ഇവിടെ എത്ര എണ്ണം ഇപ്പം? 16 18 എണ്ണം ആയില്ലേ. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 2 ഇലക്ട്രോൺസ് എഴുതണം. എന്നിട്ട് നോക്കിയാൽ Mനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ കൊണ്ടുവന്ന് ചോദിച്ചാൽ എത്രയാണ്? 8 ഇലക്ട്രോൺസ് ആണ്. ആൻസർ ഏതാ വരിക? ഒന്നാമത്തെ ആൻസർ ആണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഇവിടെ ചോദിച്ചാൽ പലർക്കും സംശയം വരും. ഇവിടെ 18 ഇലക്ട്രോൺസിനെ കൊള്ളിക്കാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ 8 എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിൻ ഷെല്ല് ഫില്ല് ചെയ്തതിനെക്കാട്ടി മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? സബ് ഷെല്ല് ആദ്യമേ ഫില്ല് ചെയ്യും അല്ലേ. സബ് ഷെല്ല് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക? മെയിൻ ഷെല്ല് ഫില്ല് ചെയ്യുക. സബ് ഷെല്ലിനകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നതാണ് മെയിൻ ഷെല്ലിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ എത്ര ഇലക്ട്രോൺസേ കൊള്ളത്തോളും? Mനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന സമയത്ത് 8 ഇലക്ട്രോൺസ് മാത്രമേ അക്കോമഡേറ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. ക്ലിയർ ആണോ? അതിന് ആൻസർ ഏതാ വരുന്നത്? ഒന്നാമത്തെ ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ പോളിമർ? താഴെ തന്നിരിക്കുന്നതിനകത്ത് നാച്ചുറൽ പോളിമർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ബേക്കലൈറ്റ്, ഓപ്ഷൻ ബി സിൽക്ക്, ഓപ്ഷൻ മൂന്നാമത്തേത് കെൽവാർ, ദെൻ ഓപ്ഷൻ ലെക്സാൻ. ഏതായിരിക്കും ആൻസർ? നാച്ചുറൽ പോളിമർ ഏതായിരിക്കും? താഴെ തന്നിരിക്കുന്നതിനകത്ത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും ആൻസർ വരിക? ബേക്കലൈറ്റ് ആണോ, സിൽക്ക് ആണോ, കെൽവാർ ആണോ, അതോ ലെക്സൺ ആണോ? ഏതായിരിക്കും കറക്റ്റായിട്ട് ആൻസർ വരിക? നാച്ചുറൽ പോളിമർ ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളതിനകത്ത് ഒരു വസ്തു മാത്രമേ ഉള്ളൂ. ഏതാണ്? സിൽക്ക്
അല്ലേ? സിൽക്കാണ് എന്തെന്ന് പറയുക, നാച്ചുറൽ പോളിമർ എന്ന് അറിയപ്പെടുന്നത് അല്ലേ? നാച്ചുറൽ പോളിമറിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ബേക്കലൈറ്റ് അല്ല, ആർട്ടിഫിഷ്യൽ ആണ്, കെൽവർ ആർട്ടിഫിഷ്യൽ ആണ്. ഓക്കെ, സിൽക്ക് മാത്രമാണ് എന്തെന്ന് പറയുക, നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിൽ നോർമലായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന പോളിമർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്, സിൽക്കാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ സിൽക്ക് വോം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ നടക്കുന്ന പറയുന്ന പേരെന്താണ്, സെറികൾച്ചർ. കേട്ടിട്ടുണ്ടോ സെറികൾച്ചർ? എന്താണ് സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവിനെ അല്ലേ, അതിനെ എന്ത് ചെയ്യുക, വളർത്തുക, അല്ലെങ്കിൽ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ എന്താണ് അതിനെ ഉൽപ്പാദിപ്പിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ് നടത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റും ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, സെറികൾച്ചർ ആണ് എന്ത് ചെയ്യുക, സിൽക്ക് വോമുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം എന്നറിയപ്പെടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നോക്കിയാൽ നമുക്കറിയാം ടെഫ്ലോൺ കേട്ടിട്ടുണ്ടോ? ടെഫ്ലോൺ എന്താണ് ടെഫ്ലോൺ? നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡെയിലി ലൈഫിനകത്ത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ വാക്കാണ് ടെഫ്ലോൺ എന്ന് പറയുക. കേട്ടിട്ടുണ്ടോ? നോൺ സ്റ്റിക്ക് പ്ലേറ്റുകളുണ്ട്, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അകത്തൊരു ബ്ലാക്ക് കളറിലെ കോട്ടിങ് കാണപ്പെടുന്നുണ്ട് അല്ലേ? ഈ ബ്ലാക്ക് കളറിലെ കോട്ടിങ്ങിനാണ് നമ്മൾ എന്ന് പറയുക, ടെഫ്ലോൺ എന്നറിയപ്പെടുന്നത്. ഇതെന്ത് ചെയ്യുക, ഇതിൻ്റെ കോട്ടിങ് ഇളകി കഴിഞ്ഞാൽ നമ്മൾ ആ നോൺ സ്റ്റിക്ക് പാത്രം എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. കാര്യം എന്താണ്, കൂടുതൽ നമ്മുടെ ബോഡിക്ക് എന്താണ്, ഹാംഫുൾ ആണ് ടെഫ്ലോൺ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റിക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സൈഡിൽ ഇളകി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ പ്ലേറ്റോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രം എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക. കാര്യം എന്താണ്, ടെഫ്ലോൺ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യുന്നു, ഹാംഫുള്ളായിട്ട് മാറുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ആൻസർ ഏതാണ്? നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ നാച്ചുറൽ പോളിമർ ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്, സിൽക്കാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ 2026 നമ്മൾ ആർമി റാലിസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയിട്ടും ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും ഓക്കെ, ഓൺലൈൻ ക്ലാസ് ആയിട്ടും ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്നത് നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈവനിംഗ് ഉള്ളിൽ റെക്കോർഡ് സെക്ഷനായിട്ട് നമ്മുടെ ആപ്പിൽ ഈ ഒരു ക്ലാസ് കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസും ഡെയിലി പ്രാക്ടീസ് പേപ്പറും റിവിഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് നൽകുന്നതാണ്. 150 എബോവ് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഓരോ കോഴ്സസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അതും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതുവരെയും ജോയിൻ ചെയ്യാത്തവർ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് അതിനകത്ത് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കാർത്തിക് മോനെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. 2 നമ്പറും ആക്റ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ ആണ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ചേഞ്ച്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഫിസിക്കൽ ചേഞ്ച് അല്ലാത്തത് ചോദിച്ചേക്കാൻ എന്താണ്, നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അല്ലേ, എന്താണ് നോട്ട് ആൻ എക്സാമ്പിൾ അല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻസ് നോക്കി. കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ, എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിനകത്ത് എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ആവുന്നുണ്ട് അല്ലേ. കാർബോണിക് ആസിഡ് നമ്മൾ അറിയപ്പെടുന്നുണ്ട്, എന്താണ് കാർബോണിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. സോഡ വാട്ടർ കേട്ടിട്ടുണ്ടോ, സോഡ വാട്ടർ അല്ലെങ്കിൽ സോഡ വാട്ടർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് ചോദിച്ചാൽ ഏതാണ്, കാർബൺ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്ത് നമുക്ക് എന്താ ലഭിക്കുക, കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ എന്താണ് സോഡ വാട്ടർ ലഭിക്കുന്നുണ്ട്. ഇത് ഏതെന്തിന് എക്സാമ്പിൾ ആണ്, ഫിസിക്കൽ ചേഞ്ചിനാണോ കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണോ എന്ന് നോക്കണം. രണ്ടാമത്തെ എന്താണ്, ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ, വാട്ടറിനകത്ത് ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സോൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ, വാട്ടറിനകത്ത് സോൾട്ട് ഡിസോൾവ് ആകുന്നത്. ഈ 3 പ്രോസസ്സും നോക്കിയിട്ട് നമ്മൾ എന്താ പറഞ്ഞേക്കാം, ഈ 3 പ്രോസസ്സിനകത്ത് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ അല്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. നോക്കി, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആണ്, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ് അല്ലേ, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അടുത്ത നോക്കി, ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്.
ക്ലിയർ ആണോ? അടുത്ത നോക്കിയേ, സോൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിനകത്ത് സോൾട്ട് ഡിസോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഇവാപറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? സോൾട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഇത് മൂന്നും ഫിസിക്കൽ ചേഞ്ച് ആണ്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നതിനകത്ത് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ അല്ലാത്തത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലേ? ഇത് മൂന്നും എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ആൻസർ എന്തായിട്ട് നൽകാനായിട്ട് പറ്റും? ഓപ്ഷൻ അല്ലേ, നാലാമത്തെ നൺ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ അതിനകത്ത് വരുന്നത് കേട്ടോ. എല്ലാം ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്, ഒന്നും ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ അല്ലാത്തതായിട്ടില്ല. ആൻസർ എന്താ വരിക? നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ നോക്കിയേ? ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫിഷ് ഫാമിംഗ് ക്യാരിഡ് ഔട്ട് ഇൻ ഫ്രഷ് വാട്ടർ ബോഡീസ് ഈസ് കോൾഡ്. എന്താണ്? ഫിഷ് ഫാമിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയെ പറയുന്ന പേര് എന്താണെന്നാണ്. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ പിസിക്കൾച്ചർ, ഓപ്ഷൻ ബി അക്വാകൾച്ചർ, then ഓപ്ഷൻ സി മെറികൾച്ചർ, then ഓപ്ഷൻ ഡി അപ്പിക്കൾച്ചർ. എന്തായിരിക്കും? നോക്കിയേ, ഫിഷ് ഫാമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ഏത് കൾച്ചറാണ് അല്ലെങ്കിൽ എന്താണ് ഏതാ ശാസ്ത്രശാഖയെ പറയുന്ന പേരെന്തായിരിക്കും? എപ്പിക്കൾച്ചർ എന്നറിയപ്പെടുന്നത് എന്താണ്? തേനീച്ച അല്ലെങ്കിൽ എന്താണ് ഹണീബിയെ കുറിച്ചിട്ടുള്ളതാണ് എന്തെന്ന് പറയുക? എപ്പിക്കൾച്ചർ എന്നറിയപ്പെടുന്നത് അല്ലേ? ഫിഷ് ഫാമിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞ സിൽക്കിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു. സിൽക്ക് വേമിനെ കുറിച്ച് നമ്മൾ എന്തായിരുന്നു പറഞ്ഞ? സിൽക്ക് വേമിൻ്റെത് എന്തായിരുന്നു? സെറികൾച്ചർ. കേട്ടോ? സെറികൾച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? സെറികൾച്ചർ ആണ് സിൽക്ക് വേമിൻ്റെത്. അപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹണി ബീണതാണ്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫിഷ് ഫാമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഓപ്ഷൻ എ പിസികൾച്ചർ ആണ് എന്തെന്ന് പറയുക? ഫിഷ് ഫാമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ എന്താണ്? ഫിഷ് ഫാമിംഗ് ക്യാരിഡ് ഔട്ട് ഓഫ് ഫ്രഷ് വാട്ടർ ബോഡീസ് ഈസ് കോൾഡ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഓപ്ഷൻ എ പിസികൾച്ചർ ആണ് എഴുതേണ്ടത്. ക്ലിയർ ആണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണ്? ആ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. എന്താണ് പറഞ്ഞേക്കുക? ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതിനേക്കാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ബി ഹെവി വാട്ടർ, ഓപ്ഷൻ സി യുറേനിയം, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതായിരിക്കും ആൻസർ? വിച്ച് ഈസ് യൂസ്ഡ് അല്ലേ ആസ് എ മോഡറേറ്റർ ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തിനൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി നമുക്കറിയാം ഹെവി വാട്ടർ, ഡ്യൂറ്റീരിയം ഡയോക്സൈഡ് എന്നറിയപ്പെടുന്ന ഹെവി വാട്ടറിനെ നമ്മൾ എന്തെന്ന് അറിയുന്നുണ്ട്? നമ്മൾ എന്താ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടെണ്ണത്തിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻസർ എന്താ വരിക? ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. ഗ്രാഫൈറ്റ് എന്താണ്? ഗ്രാഫൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണിന്റെ അല്ലെ കാർബണിന്റെ രൂപാന്തരമാണ് എന്നറിയപ്പെടുക. അതും ഏത് ഫോം ആണെന്ന് ചോദിച്ചാൽ എന്താണ്? കാർബണിന്റെ ഏത് ഫോം ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ക്രിസ്റ്റലൈൻ ഫോം അല്ലെ? കാർബണിന്റെ ക്രിസ്റ്റലൈൻ ഫോം ആണ് എന്തെന്ന് പറയുക? ഗ്രാഫൈറ്റ്. അതുപോലെ തന്നെ എന്താണ്? ഡയമണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഫുള്ളറൈൻ അല്ലേ? ഇത് മൂന്നും എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? കാർബണിന്റെ എന്താണ്? 3 ക്രിസ്റ്റലൈൻ ഫോംസ് ആണ് അല്ലേ? കോള്, ചാർക്കോൾ അല്ലെ? കോള്, ചാർക്കോൾ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? അമോർഫസ് ഫോംസ് ആണ്. ക്രിസ്റ്റലൈൻ ഫോം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റുന്നതാണ്. ഏതൊക്കെയാണ്? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറൈൻ. ഇത് മൂന്നും എന്തിന് എക്സാമ്പിൾ ആണ്? ക്രിസ്റ്റലൈൻ ഫോംസിന് എക്സാമ്പിൾ ആണ്. ഈ ക്രിസ്റ്റലൈൻ ഫോംസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാഫൈറ്റിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ മെറ്റലിന് എക്സാമ്പിൾ ആണ്. നോൺ മെറ്റൽസിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. പക്ഷേ ഗ്രാഫൈറ്റിന് എന്തിനുള്ള കണ്ടക്ടിവിറ്റി ഉണ്ട്? അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ എന്താണ് ഹീറ്റിനെയൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഗ്രാഫൈറ്റിനുണ്ട്. അതിന് ഗ്രാഫൈറ്റ് എന്താണ്? നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നോക്കി നമ്മൾ പറഞ്ഞു ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? പെൻസിലിൻ്റെ ലെഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പെൻസിലിൻ്റെ ലെഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്?
ലൂബ്രിക്കൻ്റ് ആയിട്ട് അല്ലേ, ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. സെല്ലിനകത്തുള്ള ഇലക്ട്രോഡായിട്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് ഗ്രാഫൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? 3 മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് മോഡറേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഹെവി വാട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The number of carbon atoms joined in a spherical molecule of Buckminster fullerene. നമ്മൾ പറഞ്ഞു കാർബണിന്റെ രൂപാന്തരമായ ക്രിസ്റ്റലൈൻ ഫോമിനകത്തുള്ള ഫോമാണ് ഫുള്ളറൈൻ എന്നറിയപ്പെടുന്നത്. ഈ ഫുള്ളറൈനകത്ത് വേറൊരു പ്രത്യേകമായിട്ട് കാണപ്പെടുന്ന ഏതാണ്? ബക്മിൻസ്റ്റർ ഫുള്ളറൈൻ എന്നറിയപ്പെടുന്നുണ്ട്. ഈ ബക്മിൻസ്റ്റർ ഫുള്ളറൈൻ എന്നറിയപ്പെടുന്നത് എത്ര കാർബൺ ആറ്റം കമ്പൈൻ ചെയ്ത് കാണപ്പെടുന്നു എന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതായിരുന്നു? ഓപ്ഷൻ എ 70, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 50, ദെൻ ഓപ്ഷൻ ഡി 90. ഏതായിരിക്കും? എത്ര കാർബൺ ആറ്റം ചേർന്നാണ് ബക്മിൻസ്റ്റർ ഫുള്ളറൈൻ എന്നറിയപ്പെടുന്നത്? ആ പേരെ അങ്ങനെയാണ്, ബക്മിൻസ്റ്റർ ഫുള്ളറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കാർബണിൻ്റെ കണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ എണ്ണമുണ്ട്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാം. ഏതാണ്? ഓപ്ഷൻ ബി 60 അല്ലേ. 60 കാർബൺ ആറ്റം ചേർന്നാണ് എന്ന് പറയുക ബക്മിൻസ്റ്റർ ഫുള്ളറൈൻ എന്ന് കാണപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ഫിൽഡ് ഇൻ LPG കുക്കിംഗ് ഗ്യാസ് സിലിണ്ടേഴ്സ് ടു മേക്ക് ഇറ്റ് സ്മെൽ ഫോർ സേഫ്റ്റി? നമ്മൾ എന്താ പറഞ്ഞേക്കാം? LPG ഗ്യാസിൻ്റെ അല്ലേ ലീക്കേജ് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സ്മെല്ല് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന സബ്സ്റ്റൻസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഹീലിയം, ഓപ്ഷൻ ബി അമോണിയ, ഓപ്ഷൻ സി മെർക്യാപ്റ്റൻ, ദെൻ ഓപ്ഷൻ ഡി ഈതർ. ഏതായിരിക്കും? LPG എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഫൈഡ് അല്ലേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലെ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് ഇതെന്ന് പറയുക LPG എന്നറിയപ്പെടുന്നത് അല്ലേ. ഈ LPG ഗ്യാസിലെ മെയിൻ കണ്ടന്റുകളാണെങ്കിൽ മെയിൻ കമ്പോണന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതേണ്ടത്? ബ്യൂട്ടൈനും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? പ്രൊപ്പൈനും ഉണ്ട് അല്ലേ. ബ്യൂട്ടൈനും പ്രൊപ്പൈനും ആണ് എന്തെന്ന് പറയുക LPG ഗ്യാസിലെ മെയിൻ കമ്പോണൻസ് എന്നറിയപ്പെടുക. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏതാണ്? LPG ഗ്യാസിൻ്റെ അല്ലെങ്കിൽ എന്താണ് സ്മെല്ല് നമുക്ക് അറിയാൻ വേണ്ടി, ലീക്കേജ് ആയി എന്നറിയാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സബ്സ്റ്റൻസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സബ്സ്റ്റൻസിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? മെർക്യാപ്റ്റ്. ഏതാണ്? ഈതേൽ മെർക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന മെർക്യാപ്റ്റൻ ആണ് എന്ത് ചെയ്യുക ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്യാസ് ലീക്ക് ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ടെന്നുള്ളത് അല്ലേ. ആ സ്മെല്ലിന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈതേൽ മെർക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന സബ്സ്റ്റൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഹീലിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹീലിയത്തിൻ്റെ പ്രത്യേകത ഫ്ലോട്ടിംഗ് ബലൂൺസിനകത്തൊക്കെ അല്ലേ, ഫ്ലോട്ടിംഗ് ബലൂൺസിനകത്തൊക്കെ നമ്മൾ നിറച്ചേക്കുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹീലിയം ആണ് എന്ത് ചെയ്യുക ഫ്ലോട്ടിംഗ് ബലൂൺസിനകത്തൊക്കെ നമ്മൾ ഫില്ല് ചെയ്തേക്കുന്ന ഗ്യാസ് എന്ന് പറയുക. എന്നൊക്കെ LPG ഗ്യാസിൻ്റെ ലീക്കേജ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്ന സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? മെർക്യാപ്റ്റൻ ആണ്. LPG ഗ്യാസിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ എന്താ എഴുതേണ്ടത്? എന്താണ് എഴുതേണ്ടത്? ബ്യൂട്ടൈനും പ്രൊപ്പൈനും മെയിൻ കമ്പോണൻസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. 9th ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്? എന്താ പറഞ്ഞേക്കുന്നത്? ലൈറ്റിലെ പ്രൈമറി കളേഴ്സ് താഴെ തന്നിരിക്കുന്നത് ഏതാണ്? അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാം. നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. ബ്ലൂ, റെഡ്, ഗ്രീൻ. ഓപ്ഷൻ ബി യെല്ലോ, റെഡ്, ഗ്രീൻ. ഓപ്ഷൻ സി വയലറ്റ്, റെഡ് ആൻഡ് യെല്ലോ. ദെൻ ഓപ്ഷൻ ഡി ഇൻഡിഗോ, വയലറ്റ് ആൻഡ് ഗ്രീൻ. നോക്കിയേ, ഏതായിരിക്കും പ്രൈമറി കളേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റെഡ്, ബ്ലൂ,
ദെൻ ഏതാണ് ഗ്രീൻ അല്ലേ. ഇത് മൂന്നുമാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക, ഇതെന്നറിയപ്പെടുന്നുണ്ട് പ്രൈമറി കളേഴ്സ് എന്നറിയപ്പെടുന്നത്. അന്നേരം ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ റെഡ്, ബ്ലൂ, ഗ്രീൻ. ഇത് മൂന്നുമാണ് പ്രൈമറി കളേഴ്സ്. ഈ പ്രൈമറി കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്ത് കിട്ടുന്ന കളറിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക? സെക്കൻഡറി കളേഴ്സ് എന്നറിയപ്പെടുന്നു അല്ലെ. സെക്കൻഡറി കളേഴ്സ് എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെയാണ്? ഈ ബ്ലൂ, റെഡ്, ഗ്രീൻ ഇവ മൂന്ന് എന്ത് ഇന്റർമിക്സ് ചെയ്യും അല്ലെ. ഇന്റർമിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു കിട്ടും? സെക്കൻഡറി കളേഴ്സ് കിട്ടും. നോക്കി, പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ള ബ്ലൂവും റെഡും ഗ്രീനും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റ് ആണ് അല്ലേ. വൈറ്റ് കളറാണ് നമ്മൾ എന്ത് ചെയ്യുക? റെഡും ബ്ലൂവും ഗ്രീനും കൂടെ ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഏതാണ്? വൈറ്റ് കളറാണ് നമുക്ക് ലഭിക്കുക. സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? യെല്ലോ, മജന്ത അല്ലേ. യെല്ലോ, മജന്ത, സിയാൻ. ഇത് മൂന്നുമാണ് എന്തെന്ന് അറിയപ്പെടുക? നമ്മുടെ സെക്കൻഡറി കളേഴ്സ് എന്നറിയപ്പെടുക. ഈ സെക്കൻഡറി കളേഴ്സ് നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും രണ്ട് പ്രൈമറി കളേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? മിക്സ് ചെയ്യണം. ഈ മൂന്ന് പ്രൈമറി കളേഴ്സ് കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? വൈറ്റ് ആണ് മൂന്ന് പ്രൈമറി കളേഴ്സോടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. രണ്ട് പ്രൈമറി കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡറി കളേഴ്സ് കിട്ടും. ഏതൊക്കെയാണ് സെക്കൻഡറി കളേഴ്സ്? യെല്ലോ, മജന്ത, സിയാൻ ആണ് മൂന്ന് സെക്കൻഡറി കളേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എന്താണ്? ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം. ലൈറ്റിന്റെ സ്പീഡ് മാക്സിമം അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏത് മീഡിയത്തിലാണ്? ഓപ്ഷൻ എ ഡയമണ്ട്, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി വാക്വം, ദെൻ ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതായിരിക്കും ലൈറ്റിന്റെ സ്പീഡ്? ഓക്കെ ഓക്കെയാണ്. നോക്കി, ഏതാണ് ലൈറ്റിന്റെ സ്പീഡ് ഏറ്റവും മാക്സിമം കാണപ്പെടുന്ന ചോദിച്ചാൽ ഏതാണ്? വാക്വം ആണ് അല്ലെ. ശൂന്യതയിൽ കൂടെ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗതയിലാണ് എന്ത് ചെയ്യുക? ലൈറ്റ് സഞ്ചരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വാക്വം ആണ്. ക്ലിയർ ആണോ? ഓക്കെയാണ്. ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഒപ്റ്റിക്സ് ആണ് ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് അറിയപ്പെടുന്നത്. ലൈറ്റ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ സഞ്ചരിക്കുന്ന മീഡിയമാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? ഡയമണ്ടിനകത്താണ് അല്ലെ. ഡയമണ്ടിനകത്തോടെ എന്ത് ചെയ്യും? ലൈറ്റ് വളരെ കുറഞ്ഞ വേഗതയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സഞ്ചരിക്കത്തുള്ളൂ. ഓക്കെ, പറഞ്ഞോ മോനെ. ഓക്കെ, ഡയമണ്ട് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞ രീതിയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ലൈറ്റ് സഞ്ചരിക്കത്തുള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്? വാക്വം ആൻസർ ആയിട്ട് എഴുതണം. ക്ലിയർ ആണോ? ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫിസിക്സിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The process of separation അല്ലേ, the process of separation of white light into its different colors is called. ഓക്കെ, ഡയമണ്ടിൽ കൂടെ എന്ത് ചെയ്തു? കുറച്ച് രീതിയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ലൈറ്റ് സഞ്ചരിക്കത്തുള്ളൂ കേട്ടോ. വാക്വത്തിലൂടെയാണ് ഏറ്റവും നല്ല രീതിയിൽ സഞ്ചരിക്കുന്നത് കേട്ടോ. കുറഞ്ഞ രീതിയിൽ സഞ്ചരിക്കുന്ന ഡയമണ്ടിനകത്തോടായിരിക്കും ലൈറ്റ് സഞ്ചരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കി നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻറ്റു ഡിഫറെൻറ്റ് കളേഴ്സ് ഈസ് കോൾഡ്. എന്താ പറഞ്ഞേ? വൈറ്റ് ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് കളേഴ്സ് ആക്കി മാറ്റുന്നുണ്ട്. ഏതൊക്കെയാണ്? ഏതാണ്? പ്രിസം എന്നറിയപ്പെടുന്ന അല്ലേ. പ്രിസം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റ് ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 7 കളേഴ്സ് ആക്കി എന്ത് ചെയ്യുന്നുണ്ട്? ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിന് പറയുന്ന പേര് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ്? ഓപ്ഷൻ നോക്കി. സ്കാറ്ററിങ്. എന്ത് ചെയ്യുന്നുണ്ട്? സ്കാറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, നമ്മൾ എന്താണ്? സ്കൈ ബ്ലൂ കളറിൽ കാണപ്പെടുന്നുണ്ട്. ഇതിന് കാരണമായിട്ടുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്കാറ്ററിങ് ആണ്. അതുപോലെ തന്നെ എന്താണ്? സൺസെറ്റിനും സൺറൈസിനും അല്ലെ, സൺസെറ്റിനും സൺറൈസിനും ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആകാശം റെഡിഷ് കളറിൽ കാണപ്പെടുന്നു. അതിനും കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സ്കാറ്ററിങ് ആണ് അല്ലേ. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈറ്റ് ലൈറ്റ്
എന്ത് ചെയ്യുക 7 കളേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഡിസ്പേർഷൻ ആണ്. ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ബി എന്താണ്? ഡിസ്പേർഷൻ എന്ന് പറയുന്നതാണ്. ഈ ഡിസ്പേർഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് വെച്ചാൽ എന്താണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഡിസ്പേർഷൻ കണ്ടുപിടിച്ചത് അല്ലെ. ഡിസ്പേർഷൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വൈറ്റ് ലൈറ്റ് 7 കൺസിസ്റ്റന്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇതൊക്കെ ഡയമണ്ടിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള പ്രോസസ്സാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഡയമണ്ടിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ളത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഡയമണ്ടിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള പ്രോസസ്സ്. ക്ലിയർ ആണേ? ഓക്കെ ആണ്. ഇനി നോക്കിയേ, ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്നത് ഏതിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചോദിക്കുക? ഏതാണ്? റിഫ്ലക്ഷൻ അല്ലേ. ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ആണ് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എന്ത് എഴുതണം നമ്മൾ? റിഫ്ലക്ഷൻ എഴുതണം. റിഫ്രാക്ഷൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ബെൻഡിങ് ഓഫ് ലൈറ്റ്. എന്താണ്? ബെൻഡിങ് ഓഫ് ലൈറ്റ് ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? റിഫ്രാക്ഷൻ എഴുതണം അല്ലേ. നമ്മുടെ കണ്ണിൽ നടക്കുന്ന പ്രോസസ്സ്, നമ്മുടെ കണ്ണിൽ ഒരു ഇമേജ് വീണ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഒബ്ജക്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ നടക്കുന്ന പ്രോസസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഏതായിരിക്കും? നമ്മുടെ കണ്ണിൽ നടക്കുന്ന റിഫ്ലക്ഷൻ ആണ് അല്ലേ. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ കണ്ണിൽ നടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു വസ്തുവിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? 12ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ. ഡിസ്പേർഷൻ ഇതും കറക്റ്റ് ആയിട്ടാണ്. 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബിയും കറക്റ്റ് ആണ്, അതുപോലെ തന്നെ എന്താണ്? ഡിയും ഡിസ്പേർഷൻ ആണ് കേട്ടോ. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ ഹോഴ്സ് suddenly starts walking, then there is a reason for the possibility of the horse rider falling. എന്താ പറഞ്ഞേക്കാം? ഒരു ഹോഴ്സ്. ഓക്കെ, ഓപ്ഷൻ സെയിം തന്നെ ആയിരുന്നു കേട്ടോ. നോക്കി ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ ഹോഴ്സ് സഡൻലി സ്റ്റാർട്ട് വാക്കിംഗ് അല്ലെ. ഹോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സഡൻലി വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. there is reason for the possibility of a horse rider falling. നമ്മൾ എന്ത് ചെയ്യും? ഹോഴ്സ് റൈഡർ എന്ത് ചെയ്യുന്നുണ്ട്? താഴെ വീഴുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്ത് വീഴുന്നുണ്ട്. ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഏത് ലോയുമായിട്ട് റിലേറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോയുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ ഏതാണ്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓപ്ഷൻ ബി ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഓപ്ഷൻ സി ന്യൂട്ടൺസ് തേർഡ് ലോ. ദെൻ ഓപ്ഷൻ ഡി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എന്തായിരിക്കും ആൻസർ വരിക? ഓക്കെ, നല്ലതായിട്ട് വായിച്ചു നോക്കി. എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ദ ഹോഴ്സ് സഡൻലി സ്റ്റാർട്ടഡ്. വെറുതെ നിൽക്കുന്ന, റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു റെസ്റ്റിൽ നിൽക്കുന്ന ഒബ്ജക്റ്റ് ആണ് ഹോഴ്സ് എന്നറിയപ്പെടുന്നത്. സഡൻലി ആയിട്ട് അത് എന്ത് ചെയ്യുകയാണ്? വോക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യുക? മാറുന്നത് അല്ലേ. എന്നിട്ട് നോക്കിയേ, ഇഫ് ദ ഹോഴ്സ് സഡൻലി സ്റ്റാർട്ട് വാക്കിംഗ് ദർ ഈസ് എ റീസൺ ഫോർ ദ പോസിബിൾ ഓഫ് എ ഹോഴ്സ് റൈഡർ ഫോളിങ്. എന്നിട്ട് എന്ത് ചെയ്യും? ഹോഴ്സ് റൈഡർ ഓൾറെഡി എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നുണ്ട്, താഴെ വീഴുന്നുണ്ട്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഏതാണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അല്ലേ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. നമുക്കറിയാം 2 തരത്തിലുണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്, മോഷനും ഉണ്ട് അല്ലെ. ഇനേർഷ്യ എത്രയുണ്ട്? ഇനേർഷ്യ റെസ്റ്റും ഉണ്ട്, മോഷനും ഉണ്ട്. എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ന്യൂട്ടന്റെ തേർഡ് ലോ ആണോ? അല്ല. ന്യൂട്ടന്റെ തേർഡ് ലോ എന്താ പറയുക? ഏതൊരു ആക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രതിപ്രവർത്തന റിയാക്ഷൻ ഉണ്ട്. ഏതൊരു പ്രവൃത്തി ചെയ്താൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻ അവിടെ ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ന്യൂട്ടന്റെ തേർഡ് ലോയ്ക്കകത്ത് പറയുന്നത് അല്ലേ. അതാണ് റീകോയിലിംഗ് ഓഫ് ഗണ്ണ്, അല്ലെങ്കിൽ ഒരു കാർപ്പറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്റ്റിക്ക് വെച്ച് തട്ടിക്കഴിഞ്ഞാൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് തെറിച്ച് പോകുന്നത്. അതുപോലെ തന്നെ സ്വിമ്മിങ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. റോക്കറ്റ് ലോഞ്ചിങ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ന്യൂട്ടന്റെ തേർഡ് ലോയ്ക്ക് എക്സാമ്പിളാണ്. പക്ഷേ എന്താണ് നമ്മൾ ചോദിച്ചത്? എന്താണ്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആയിട്ട് റിലേറ്റഡ് ആണ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്ന പേരെന്താണ്? ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത്. ന്യൂട്ടന്റെ എത്രാമത്തെ ലോ ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫസ്റ്റ് ലോ ആണ് അല്ലേ. ലോ ഓഫ് ഇനേർഷ്യ.
അല്ലേ? ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്. ഇതിനകത്താണ് നമ്മൾ എന്തെന്ന് പറയുക, ലോ ഓഫ് ഇനേർഷ്യക്കകത്ത് ലോ ഓഫ് റെസ്റ്റും പറയുന്നുണ്ട്, ലോ ഓഫ് മോഷനും പറയുന്നുണ്ട്. എന്താണ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ? ജഡത്വമാണ്. നമ്മുടെ ബോഡിയിൽ നമുക്ക് ജന്മനാ നമുക്ക് ലഭിക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുക, ഇനേർഷ്യ എന്ന് പറയുക. വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വെറുതെ അങ്ങനെ തന്നെ തുടരാനുള്ള കഴിവുണ്ട്. എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് മോഷൻ ചെയ്യുന്നൊരു വസ്തുവിന് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മോഷനുള്ള കഴിവുണ്ട്. എപ്പോൾ വരെ മാത്രമായിരിക്കും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ മാത്രം, അല്ലേ? ഒരു ഫോഴ്സ് എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യും, അല്ലെ? നടക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ കാർ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഹൈവേ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കാറ് 120 ആ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്മൂത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഡൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അതവിടെ എന്ത് ചെയ്യത്തുള്ളൂ? സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് അതിങ്ങനെ എന്ത് ചെയ്യും? ആ സ്പീഡിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? പൊയ്ക്കൊണ്ടേ ഇരിക്കും, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വസ്തു ഒരു ടേബിളിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 10 kg ഉള്ള ഒരു ടേബിൾ അവിടെ വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും എത്ര നാൾ വേണമെങ്കിലും അത് എന്ത് ചെയ്യുന്നുണ്ട്? അതേ സ്ഥലത്ത് അതേ പൊസിഷനിൽ തന്നെ ഇരിക്കും. എപ്പോൾ വരെ മാത്രമായിരിക്കും? നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് അതിനെ തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ അവിടെ നിന്ന് എടുത്ത് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ട് ഹോൾഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിന് വസ്തുവിന് മാറ്റം വരുത്തുള്ളൂ. ഇതാണ് നമ്മൾ ലോ ഓഫ് ഇനേർഷ്യയിൽ പറയുന്നത്. എന്നിട്ട് നോക്കി, ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ഏതാണ്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റെസ്റ്റിലിരിക്കുന്ന ഒരു ഹോഴ്സ് പെട്ടെന്ന് വോക്ക് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ റൈഡർ താഴെ വീഴുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമുക്ക് റിലേറ്റഡ് ആയിട്ട് ആൻസർ വരിക? എന്താണ്? ലോ ഓഫ് എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഹൗ മെനി ഹൈഡ്രജൻ ആറ്റംസ് ദെയർ ഈസ് ആൻഡ് മോളിക്യൂൾ ഓഫ് മീഥേൻ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. എത്ര മോളിക്യൂൾസ് ഹൈഡ്രജൻ ആറ്റം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 4 എണ്ണമാണ്, അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മീഥേനകത്ത് കാണപ്പെടുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 4 എണ്ണമാണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പോട്ടെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ചേഞ്ച്, അല്ലെ? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ താഴെ തന്നിരിക്കുന്നത് ഏതെന്നുള്ളതായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഡിസോൾവ് ആവുന്നതും ഓക്സിജൻ ഡിസോൾവ് ആവുന്നത്, സോൾട്ട് ഡിസോൾവ് ആവുന്ന നൺ ഓഫ് ദി എബോ, അല്ലേ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് നോക്കി ഏത് തന്നെയാണ് ആൻസർ? നൺ ഓഫ് ദി എബോ ആണ്. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. എന്തോ മിസ്റ്റേക്ക് പറ്റിപ്പോയത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ നെസസറി കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? നോക്കിയേ, താഴെ തന്നിരിക്കുന്നതിനകത്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? നോക്കി ആൻസേഴ്സ് നോക്കാം നമുക്ക്. The light must travel from a denser medium to a rare medium. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുക? ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്യുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ എന്താണ്? ഒരു പ്രോസസ് ആണെന്ന് നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ഓപ്ഷൻ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. എന്താ പറഞ്ഞേക്കുന്നത്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനെ കാട്ടി ഇൻസിഡൻറ്റ് ആംഗിൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ 2 കണ്ടീഷൻസ് എന്താണ്? അനുസരിച്ചിട്ടാണോ എന്ത് ചെയ്യുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുക എന്നുള്ളതാണ് 3ാമത്തെ ഓപ്ഷൻ. 4ാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഇത് 3ഉം അല്ല റീസൺ എന്നുള്ളതാണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമുക്കറിയാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വരുന്ന 2 കാര്യങ്ങൾക്കാണ്. ഫസ്റ്റ് വൺ പറഞ്ഞ ഏതായിരുന്നു? ഡയമണ്ടിന്റെ തിളക്കം, അല്ലേ? ഡയമണ്ടിന്റെ ബ്രൈറ്റ്നസ് നമുക്കറിയാം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡയമണ്ട് ബ്രൈറ്റ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഈ ഡയമണ്ടിന്റെ ബ്രൈറ്റ്നസ്സിന് കാരണമായിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? എന്താണ് തിളക്കം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. കാരണം ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ പ്രവർത്തനത്തിന് കാരണമായിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന് കാരണമായിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? അതും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് കേട്ടോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്തിന് കാരണമായിട്ടുള്ളത്? നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്
കാരണമായിട്ടുള്ളത്. ഇനി നോക്കി കളേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ഇമേഴ്സ്ഡ് ചെയ്ത് കാണപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കളർ ഇമേഴ്സ്ഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി കലർന്ന് കാണപ്പെടുന്നുണ്ട്. ഇന്റർഫറൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് കേട്ടോ. ഇന്റർഫറൻസ് അല്ല, ഇന്റർഫറൻസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്ന് പറയുക കളേഴ്സ് ഇമേഴ്സ്ഡ് ആയിട്ട് കാണപ്പെടുന്നത്. എന്താണ് പ്രത്യേകത? സോപ്പ് ബബിൾ എടുത്തു കഴിഞ്ഞാൽ കളേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കൂടി കലർന്ന് കാണപ്പെടുന്നു. ഒറ്റ ഇതായിട്ട് നമുക്കൊരു കളറിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റില്ല. എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൂടി കലർന്ന് കാണപ്പെടുന്നുണ്ട്. അങ്ങനെ എന്താ പറഞ്ഞേക്കുക, ഈ കൂടി കലർന്ന് ലൈറ്റിനെ കാണപ്പെടുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ചോദിച്ചാൽ എന്താണ്, ഇന്റർഫറൻസ് ആണ് എന്തെന്ന് പറയുക ഇമേഴ്സ്ഡ് ആയിട്ട് കളേഴ്സിനെ കാണപ്പെടുന്നത്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് കാരണമായില്ലേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നെസസറി കണ്ടീഷൻസ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിന് കാരണമായിട്ടുള്ള കണ്ടീഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നോക്കിയതാണ്, ദ ലൈറ്റ് മസ്റ്റ് ബി ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലൂടെ എന്ത് ചെയ്യുന്നു, ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആണ് അല്ലേ, ഫസ്റ്റ് പോയിന്റ് എന്താണ്, കറക്റ്റ് ആണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം എന്താ പറഞ്ഞത്, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനെ കാട്ടി എന്താണ് ഇൻസിഡൻറ്റ് ആംഗിൾ കൂടുതലായിട്ട് കാണപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ കാര്യം പറയാനായിട്ട് പറ്റൂ. അന്നേരം ആൻസർ ഏതാ വരേണ്ടത്, ബോത്ത് ഏതാണ്, എ ആൻഡ് ബി ആണ് ആൻസർ. അന്നേരം ഏത് വരും, ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് എന്ത് ചെയ്യുക കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ആൻ അപ്പാരറ്റസ് യൂസ്ഡ് ഓൺലി ഫോർ റിസീവിംഗ് ദ സൗണ്ട് ജനറേറ്റ് ബൈ അണ്ടർ വാട്ടർ ഒബ്ജക്റ്റ് ഈസ് കോൾഡ്. എന്താ പറഞ്ഞേക്കുന്നത്, ദ അപ്പാരറ്റസ് യൂസ്ഡ് ഓൺലി ഫോർ റിസീവിംഗ് ദ സൗണ്ട് ജനറേറ്റഡ് ദ അണ്ടർ വാട്ടർ ഒബ്ജക്റ്റ്. വെള്ളത്തിനടിയിൽ കാണപ്പെടുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൗണ്ടുകളോ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകളോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ഏതെന്നാണ് ചോദ്യം. എന്നിട്ട് നോക്കിയേ, ആൻ അപ്പാരറ്റസ് യൂസ്ഡ് ഓൺലി ഫോർ റിസീവിംഗ് ദ സൗണ്ട് ജനറേറ്റ് ബൈ അണ്ടർ വാട്ടർ ഒബ്ജക്റ്റ് അല്ലെ, അണ്ടർ വാട്ടർ ഒബ്ജക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, ഏത് ഉപകരണമാണെന്ന് ചോദിച്ചേക്കാം. നോക്കിയേ, ഓപ്ഷൻ ഏതാണ്, ഫ്ലക്സ് മീറ്റർ, then option B sonar, option C fathometer, then option D hygrometer. ഏതായിരിക്കും ആൻസർ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സോണാർ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സൗണ്ട് റിസീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളത്തിനടിയിലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്, സോണാർ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. സോണാർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫാത്തോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെപ്ത് അല്ലേ, ആഴം അല്ലെ, എന്താണ് സീയുടെ ഒക്കെ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടി ഓഷൻ്റെയോ സീയുടെ ഒക്കെ എന്ത് ചെയ്യുന്നു, ഡെപ്ത് മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഫാത്തോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോണാർ പ്രവർത്തിക്കുന്നത് ഏത് തത്വം അനുസരിച്ചാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതാൻ, നമുക്ക് എക്കോ ഉപയോഗിച്ച് അല്ലേ, എക്കോ ഉപയോഗിച്ച് പ്രവർത്തനം നടക്കുക അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എഴുതേണ്ടത്, സോണാർ ആണ്. അന്നേരം സോണാർ പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടി ഉപകരണം ഉപയോഗിച്ചിട്ടാണ്, എക്കോ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, സോണാർ പ്രവർത്തിക്കുന്നുണ്ട്. ഫാത്തോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളത്തിൻ്റെ ആഴം അല്ലെങ്കിൽ കടലിൻ്റെ ആഴം മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്, ഫാത്തോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണേ, ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ആൾട്ടിറ്റ്യൂഡ് ഇൻ എയർക്രാഫ്റ്റ്. എന്താണ് പറഞ്ഞേക്കുന്നത്, എയർക്രാഫ്റ്റിൻ്റെ ആൾട്ടിറ്റ്യൂഡൊക്കെ മെഷർമെൻറ്റ് ചെയ്യാനായിട്ട്. മാത്സ് നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസ് വരുന്നുണ്ടല്ലോ, നന്ദു സാറൊക്കെ ലൈവ് സെക്ഷന് കയറുന്നുണ്ടല്ലോ, കയറുന്നില്ല മോനെ, ലൈവ് സെക്ഷനിൽ നന്ദു സാറ് വരുന്നുണ്ട്, അഫ്സൽ സാറ് വരുന്നുണ്ട്. എന്തു പറ്റി കാർത്തിക്? ഓക്കെ, വരേണ്ട ദിവസം നോക്കാം നമുക്ക്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ആൾട്ടിറ്റ്യൂഡ് ഇൻ എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിന്റെ ആൾട്ടിറ്റ്യൂഡ് മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഉപകരണം വെച്ചിട്ടാണെന്നാണ്. ഓപ്ഷൻ എ അനിമോമീറ്റർ, ഓപ്ഷൻ ബി ഹൈഗ്രോമീറ്റർ, ദെൻ ഓപ്ഷൻ ഡി ഹൈഗ്രോമീറ്റർ, ദെൻ ഓപ്ഷൻ ഡി അൾട്ടിമീറ്റർ.
4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എയർക്രാഫ്റ്റിൻ്റെ ആൾട്ടിറ്റ്യൂഡൊക്കെ മെഷർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? ഓപ്ഷൻ ഡി, അൾട്ടിമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. മാത്സ് പാടാണോ? ക്ലാസ് കാണുമ്പോൾ നന്ദുസാറിൻ്റെ ക്ലാസ് ഉണ്ട്, ഷമീസാൻ്റെ ക്ലാസ് ഉണ്ട്. ക്ലാസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് കാണുക കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, ഏത് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ്? അൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എയർക്രാഫ്റ്റിൻ്റെ എന്ത് മെഷർമെൻറ്റ് ചെയ്യുന്നുണ്ട്? എന്താണ്? ആൾട്ടിറ്റ്യൂഡ് മെഷർമെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് അമ്മീറ്റർ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ്? ഒരു സർക്യൂട്ടിനകത്ത് ഇലക്ട്രിക് കറണ്ടിൻ്റെ പ്രസൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നതുകൊണ്ട് ഓക്കെ മാത്സ് സ്പെഷ്യൽ ക്ലാസ് ആഡ് ചെയ്യാൻ പറയാം കേട്ടോ. നമുക്ക് ലൈവ് സെക്ഷൻസ് നമ്മൾ കൂട്ടുന്നുണ്ട്, മാത്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നോക്കി അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിനകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ന് പറയുക, അമ്മീറ്റർ എന്നറിയപ്പെടുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്താണ് ലാക്ടോമീറ്റർ. എന്താണ് ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ പ്രത്യേകതയാണ്? ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്കിൻ്റെ ഒക്കെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലാക്ടോമീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ ആണ്, ഡൗട്ടൊന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫിസിക്സിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഡിസ്പ്ലേസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? നോക്കി, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവിൽ കാണപ്പെടുന്നുണ്ട്, നെഗറ്റീവിൽ കാണപ്പെടുന്നുണ്ട്, സീറോയിൽ കാണപ്പെടുന്നുണ്ട്. ഓപ്ഷൻ ബി നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എന്താണ് പറഞ്ഞേക്കാം? എന്താണ്? ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനിലും ആർക്കുണ്ട്? ഡിസ്പ്ലേസ്മെന്റിനുണ്ട്. ഓപ്ഷൻ സി നോക്കിയേ, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ദെൻ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയേ, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതാണ്, ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത എന്താ പറഞ്ഞേക്കാം? എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. വേഗം ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ, എന്തായിരിക്കും ആൻസർ വരിക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റിലേറ്റ് ചെയ്ത് നോക്കിയേ. ഏതായിരിക്കും? ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഏതാ കാണപ്പെടുന്നത്? പോസിറ്റീവിൽ കാണപ്പെടുന്നുണ്ട്, നെഗറ്റീവിൽ കാണപ്പെടുന്നുണ്ട്, സീറോയിൽ കാണപ്പെടുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സീറോ ആയിട്ടുള്ള ടേംസ് എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു പ്ലേസിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്ലേസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് എന്ത് ചെയ്യുകയാണ്? സ്ഥാനം മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിസ്പ്ലേസ്മെന്റ് പറയുക എന്ന് പറഞ്ഞില്ല. അന്നേരം നോക്കി, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്, നെഗറ്റീവ് ഉണ്ട്, സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഇവിടെ നോക്കി അടുത്ത പോയിന്റ് ഇതാണ്, ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് എന്തുണ്ട്? ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ ഡയറക്ഷനും ഉണ്ട്. അന്നേരം നോക്കി, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി ഏത് ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആയിരിക്കും? എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ് അല്ലേ? സ്കെയിലാർ വരുവാണെങ്കിൽ ഓൺലി എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കാണപ്പെടുക എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? ഏതായിരിക്കും ആൻസർ വരുന്നത്? ഇതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും അല്ലേ? എന്നിട്ട് നോക്കിയേ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റിയും, ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ്. എന്നിട്ട് നോക്കിയേ, മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് രണ്ടാമത്തെ എന്താണ്? കറക്റ്റ് ആണ്. ബോത്ത് ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഇനി നോക്കിയാൽ നമ്മൾ പറഞ്ഞു ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി എന്തായിരിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആയിരിക്കും അല്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇത് മൂന്നും ശരിയാണ്. എന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആൻസർ കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ സീറോ ആണ്. അതുപോലെ തന്നെ എന്താണ്? ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആർക്കുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ബോത്ത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളത് ക്വാണ്ടിറ്റി എപ്പോഴും ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും? വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ആൻസർ ഏതാണ് വരിക? ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ?
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഡിഫൈൻ വിച്ച് ക്വാണ്ടിറ്റി? താഴെ പറഞ്ഞൊക്കെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വാണ്ടിറ്റി താഴെ തന്നിരിക്കുന്നത് ഏതെന്നാണ്? ഓപ്ഷൻ എ ആക്സലറേഷൻ, ഓപ്ഷൻ ബി ആക്ഷൻ റിയാക്ഷൻ, ഓപ്ഷൻ സി മൊമെന്റം, ദെൻ ഓപ്ഷൻ ഡി ഫോഴ്സ്. ഏതായിരിക്കും ആൻസർ വരിക? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഡിഫൈൻ ചെയ്യുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ വരുമ്പോൾ ഏത് ലോ വരേണ്ടത്? തേർഡ് ലോ ആണ് വരേണ്ടത് അല്ലെ. തേർഡ് ലോ ആണ് എന്തെന്ന് പറയുക? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ അല്ലെ. ഒരു ആക്ഷന് എന്തോ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെന്ത് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപ്രവർത്തനം കാണപ്പെടും എന്ന് പറഞ്ഞത് ഏതാണ് വരുന്നത്? ഏതാണ്? ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. ആക്സലറേഷൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ന് പറയുക. ആക്സലറേഷൻ്റെ എന്ന് പറയുക SI യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ അല്ലെ. ഫസ്റ്റ് ലോ എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫോഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F = ma ആണ്. M എന്ന് വെച്ചാൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലെ. മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് എന്തെന്ന് പറയുക? ഫോഴ്സിന്റെ ഇക്വേഷൻ. F = ma എന്ന് പറയുന്നത് ഏതാണ്? ഏതാണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതണം? ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ SI യൂണിറ്റ് എന്നറിയപ്പെടുന്നത് അല്ലേ. ഫോഴ്സിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ CGS യൂണിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെഴുതണം? എന്താണ് എഴുതേണ്ടത്? CGS യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? ഡൈൻ ആണ് എന്തെന്നറിയപ്പെടുക? CGS യൂണിറ്റ് ഓഫ് എന്തെന്നറിയപ്പെടുന്നത്? എന്താണ്? ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. 20 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. 20 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ്. ഡൗട്ടൊന്നും ഇല്ലല്ലോ? 20 ക്വസ്റ്റ്യൻസും നമുക്ക് NAക്കും ടെക്കിനും നമ്മുടെ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. 20 ക്വസ്റ്റ്യൻസും പഠിക്കണം. അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ തന്ന പോയിന്റ്സുകളും അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് പഠിച്ചു പോകണം. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ലൈവ് സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.